ഫോട്ടോ എടുക്കാൻ ഞാൻ ഇങ്ങനെ എന്തിനാണ് പോസ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ലോണം ചിരി വന്നു കേട്ടോ. അതാ ഇങ്ങനെ പല്ലു പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരെയും വണ്ടി കയറ്റി. ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. വണ്ടി രാവിലെ സർവീസിന് കൊടുത്തു, അയ്യൊക്കെ വൃത്തിയാക്കി, കിച്ചണൊക്കെ വൃത്തിയാക്കി, ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. 25-ാം തീയതി പൊല്യൂഷൻ തീരുമെന്നുള്ളത് കൊണ്ട് ഇന്ന് പോയി പൊല്യൂഷനും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ പോയി പെട്രോൾ അടിയാണ് കാര്യം. ആദ്യമേ പെട്രോളും അടിച്ച് എയറും ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്രോൾ പമ്പിൽ വന്നപ്പോൾ അവിടുത്തെ ഫിഷ് ടാങ്കിൽ നോക്കി ആങ്ങളെയും പെങ്ങളും കൂടെ ഭയങ്കര കളിയായിരുന്നു. സ്ഥിരം വരുന്നതാണെങ്കിലും മീനിനെ കാണുമ്പോൾ പിള്ളേർക്കെല്ലാം ഉള്ളൊരു സന്തോഷമില്ലേ, അത് തന്നെ. അത് കഴിഞ്ഞ് ഇക്ക പോയി ചെക്കൊക്കെ ചെയ്തു. അപ്പോൾ വളരെ കുറവായിരുന്നു കാറ്റ്. അങ്ങനെ കാറ്റൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൊല്യൂഷൻ എടുക്കാൻ അവിടോട്ട് പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ സ്കൂട്ടി ഉണ്ടായിരുന്നു. കുറേ നേരം നിന്നപ്പോൾ കുഞ്ഞുങ്ങൾ തളർന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തൊട്ടിപ്പുറത്തെ കടയിൽ നിന്ന് 2 പരിപ്പുവട മേടിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും പരിപ്പുവടയൊക്കെ തിന്നു. അത് കഴിഞ്ഞിട്ട് എസ്മി പറഞ്ഞു, എസ്മിക്ക് ഐസ്ക്രീം വേണം, ഐസ്ക്രീം മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഇവരെല്ലാവരും ഐസ്ക്രീം കഴിക്കുകയാണ് ഗൈസ്. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ദുഷ്ടന്മാരും ദുഷ്ടത്തി. ടേസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മീരാത്താത്തറ വീട്ടിൽ വന്നു. അവിടെ വന്നപ്പോഴത്തേന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മീരാത്തായും ഉമ്മയും ഒക്കെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് വരുന്നതായിരുന്നു. അങ്ങനെ ഞാനും ഇക്കായും കൂടെ നെജ്മലിനെ അവിടെ നിർത്തിയിട്ട് എസ്മിയെയും കൊണ്ടുവന്ന് കറങ്ങാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാമെന്ന വയലിൽ കൂടെ. അങ്ങനെ ആമ്പൽക്കുളം കണ്ട് എസ്മി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു കുറേ നേരം. അത് കഴിഞ്ഞപ്പോഴത്തേന് പശുവിനെയൊക്കെ കണ്ടപ്പോഴത്തേന് എസ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നടന്നു വരുമ്പോഴത്തേനും അടുത്തെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ബിസി സാറ്റർഡേ.